കളമശ്ശേരി സ്ഫോടന കേസിൽ പുതിയ തെളിവുകൾ തേടി പോലീസ്. വിദേശ ഫോൺ കോളുകൾ സംശയാസ്പദം. സ്ഫോടക വസ്തുക്കൾ ക്രമീകരിക്കാൻ വിദഗ്ധരുടെ സഹായം ലഭിച്ചിരുന്നോ എന്നും സംശയം. പുതിയ തെളിവുകൾ നിർണായകമെങ്കിൽ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചേക്കും. കളമശ്ശേരി സ്ഫോടന കേസിൽ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് ഏകപ്രതിയെന്ന് കണ്ടെത്തി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമാണ് നേരത്തെ ലഭിച്ച ചില സൂചനകളിലും ഡിജിറ്റൽ തെളിവുകളിലും കൂടുതൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുത്തത്. ആദ്യഘട്ട അന്വേഷണത്തിൽ ഉൾപ്പെടാതിരുന്ന വിദേശത്തേക്ക് വിളിച്ച ഫോൺ കോളുകൾ, സ്ഫോടനത്തിന് മുൻപ് അയച്ചതായി സംശയിക്കുന്ന ചിത്രങ്ങൾ എന്നിവ കൂടുതൽ പേരുടെ പങ്കാളിത്തത്തിനോ പുറത്തുനിന്നും സാങ്കേതിക സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയിലേക്കോ നീങ്ങുന്നതാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ കുറ്റകൃത്യത്തിനെന്ന് അറിഞ്ഞോ അറിയാതെയോ സഹായങ്ങൾ ലഭിച്ചോ എന്നാണ് കണ്ടെത്തേണ്ടത്. കേസിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2023 ഒക്ടോബർ 29-നായിരുന്നു നാടിനെ നടുക്കിയ സ്ഫോടനം ഉണ്ടായത്. രാവിലെ 9:30 ആദ്യ സ്ഫോടനവും തുടർച്ചയായി മറ്റ് 2 സ്ഫോടനങ്ങളും ഉണ്ടായി. സ്ഫോടനത്തിൽ ആദ്യം 6 പേരും ചികിത്സയിലിരിക്കെ 2 പേരുമാണ് മരിച്ചത്. യഹോവ സാക്ഷികൾ സഭയിൽ അംഗമായിരുന്ന ഡൊമിനിക് മാർട്ടിൻ സഭയിലുള്ളവരുമായി തെറ്റിപ്പിരിയുകയും സ്ഫോടനം നടത്തി പ്രതികാരം ചെയ്യുകയായിരുന്നുവെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ജനം, കൊച്ചി.